മാന്യ പ്രേക്ഷകർക്കും ഫോറസ്റ്റ് ഗോഡസ് കോമഡി ഉത്സവം നമ്മുടെ പ്രിയപ്പെട്ട കാര്യക്കാരെ വിളിക്കാനുള്ള സമയമാണ്. സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പക്രു ചേട്ടൻ, ജയകുമാരേട്ടൻ ആൻഡ് പ്രചോദേട്ടൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഞാൻ പറയാൻ വരുമായിരുന്നു. ഞാൻ ഫ്രാൻസിസ് പെരേര, അത് വില്യം ഡിക്രൂസ്. ഞാൻ ഡൊറോത്തി മദാമ. ഇദ്ദേഹം എന്താണ്? അല്ല എന്തേലും പറ. എന്തേ ഞാനതെങ്ങനെ പറയൂതേ? എന്താ ഇത്രയും നാണൊക്കെ? ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടേ. ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ വൈകിട്ടല്ലേ പറയണ്ടേ? സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതല്ല വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സാധനം? എന്താണ് പറയട്ടെ? പറയും ഞാൻ പറയും. ഒരു കവിത. എന്റെ പോന്നു. അയ്യോ അല്ല എടുക്കട്ടെ എടുക്കട്ടെ. വേണ്ട ചേട്ടാ. അല്ല ഇതിപ്പോ നമ്മളെല്ലാരെയും പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരായിട്ട് ഇതിപ്പോ ഇവിടെ എടുക്കണമെന്ന് എങ്ങനെയാ പറയാ? എത്ര പേജുണ്ടെന്ന് തൂക്കി നോക്കിയോളൂ. ഒന്നുമില്ല, ഒറ്റ കവിതയേ ഉള്ളൂ. ഇപ്പൊ പാടി തീർക്കാം. പറ്റത്തില്ലെന്ന് കേൾക്കാൻ പറ്റത്തില്ലെന്ന് പറയരുത്. ഒരു ഗദ്യ കവിതാ രചനയാണിത്. ഗദ്യ കവിതാ രചന. അതിനെ വേണമെങ്കിൽ മധ്യ കവിത രചന എന്ന് വേണമെങ്കിൽ വെച്ചോണ്ട് പാടാം. മഞ്ഞണിപ്പാടങ്ങൾ മത്തിപൊരിച്ച മാസ്മര സന്ധ്യകളിൽ താഴ്വാരങ്ങളിൽ കാട്ടാനിറങ്ങി ചിഹ്നം വിളിച്ചു നർത്തനമാടി ചിരിച്ചു. മഞ്ഞണി പാടങ്ങൾ മത്തിപൊരിച്ച മാസ്മര സന്ധ്യകളിൽ താഴ്വാരങ്ങളിൽ കാട്ടാന ഇറങ്ങി ചിഹ്നം വിളിച്ചു നർത്തനമാടി പൊട്ടിച്ചിരിച്ചു. മൂന്ന് വേർഷനാണ്. ബിവറേജുകൾ രജസ്വലയായി കളക്ടറേറ്റുകൾ വാളുവെച്ചു. ബിംബങ്ങളാ. നല്ല സാധനം. കുപ്പി ഗ്ലാസുകൾ കെട്ടിപ്പിടിച്ചുമ്മ വെച്ചു. നാസാഗ്രന്ഥങ്ങൾ തിരുവാതിര രചിച്ചു. അവിടെ വെച്ച് ഞാൻ അവളോട് പറഞ്ഞു, കവിതാരചനയെ നമുക്ക് 10ാം നമ്പർ ഷാപ്പിൽ പോയി രാപ്പാർക്കാം. അതിരാവിലെ ഒരുമിച്ച് എഴുന്നേറ്റ് കപ്പയും കറിയും വെന്തോ എന്ന് നോക്കാം. പുലരിയെ അന്തിയാക്കാം. എന്റെ കരൾ പകുത്ത് ഫ്രൈ ആക്കി തരാം. വീണാവിവശയായി അവൾ പറഞ്ഞു. എന്ത് വിവശ? വീണാവിവശയായി അവൾ പറഞ്ഞു. പൊടാവർത്തിയട്ടവനെ. അടിപൊളിയാണ്. അല്ല കവിതയല്ലേ ഞാൻ പറഞ്ഞേ. ഈ അവസാനം പോടാ വൃത്തിയിട്ടവനെ നമ്മൾ പറയേണ്ട ചേട്ടൻ തന്നെ സ്വയം. പിന്നെ ചേട്ടാ ഈ കവിതയ്ക്ക് ഒരു ഉഗ്രൻ ടൈറ്റിലുണ്ട്. നമുക്ക് പാർക്കാൻ മുന്തിരി ഷാപ്പുകൾ. നല്ല ടൈറ്റിൽ. അങ്ങനെ ഇടാം. ഇതിനകത്തെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? അവിടെ ഇവിടെയായിട്ട് ചില ആളുകളെ പരാമർശിക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. ആരെയോ ഉദ്ദേശിച്ച് കൊള്ളേണ്ടിടത്ത് കൊള്ളിക്കുന്ന പോലെ ഒരു വരി ഞാൻ കേൾപ്പിച്ചിരാ. വരി അപ്പൊ ഒരു വരി ഞാൻ പറയട്ടെ. സംശയം തോന്നിയ വരി ഇതാണ്. അതൊന്നും ആദ്യം ഗദ്യ കവിതാ രചന അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഗദ്യ കവിത എന്ന് മതിയായിരുന്നു. പിന്നെയുള്ളത് ചിഹ്നം വിളിച്ചു. അതൊരു ഒരു 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 സാമ്യമുള്ളൊരു ചെറിയ സാധനമുണ്ട്. നർത്തനമാടി. നർത്തനമടി എന്ന് എഴുതിയിരിക്കുന്ന നർത്തനമാടി എന്ന് പറയുമ്പോ അവിടെയും മാടി. അത് പള്ളി ഇടണം, അല്ലാതെ ഞാനിങ്ങനെ പറയും. പിന്നെയുള്ളത് പൊട്ടിച്ചിരിച്ചു. അതൊരു ഇച്ചിരി പ്രശ്നം പിടിച്ച കാര്യ. ചിഹ്നം വിളിച്ചു, നർത്തനമാടി, പൊട്ടിച്ചിരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് കവിതാ രചനയും അവിടെ ഒരു ഇത് ഉദ്ദേശിക്കുന്ന വേറെയാ. ഈ പ്രായത്തിൽ ഈ മനുഷ്യന് അല്ല അത് രചന നേരത്തെ പോലെ ഈ കവിത എഴുത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ വിവരം അറിഞ്ഞിടം പോലെ എനിക്ക് രചന ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കവിത എഴുതണമെന്നൊരു ചെറിയ ആഗ്രഹം. അത്രേ ഉള്ളു കാര്യം. ചേട്ടാ അത് നല്ല കാര്യം. പക്ഷെ എന്തിനാ മദ്യത്തിനെയൊക്കെ കൂട്ടുപിടിച്ചത്? അല്ല മദ്യത്തിനെ കൂട്ടുപിടിച്ചാൽ ഇപ്പൊ ഏത് കാര്യങ്ങളും വിറ്റുപോകും. അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഗംഭീര കവിതയായി അല്ലേ? എന്തായാലും പക്ഷെ നമുക്ക് ഇവിടെ ആ ലഹരിയല്ല വേണ്ടത്. ഇവിടെ നല്ല പെർഫോമൻസുകൾ, അതിന്റെ ലഹരിയാണ് നമുക്ക് വേണ്ടത്. കലാകാരന്മാർ പിന്നെ കലാപ്രതിഭകൾ അവിടെ വരിവരിയായിട്ട് നിൽക്കുകയാണ്.
അവരുടെ പരിപാടി കണ്ട് ആ ലഹരിയിലേക്ക് നമ്മൾ ഊളിയിട്ട് ആറാടാൻ നമുക്ക് സമയമായി. ചെല്ലു. വരൂ, ആറാടൂ, നമുക്ക് പോകാം. ഒളിയിടൂ. കവി ഇങ്ങോട്ട് വാ. കവിയല്ല ഇത്, കള്ള കാമുക. ഇങ്ങോട്ട് വാ. ഈ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഇതിനായി വേദിയിലേക്ക് എത്തുന്നു ജമീസ് മുഹമ്മദ്. ജമീസ് ജമീസ് മുഹമ്മദ്. അല്ല, ജമീസ് മുഹമ്മദിനെ വിളിച്ചിട്ട് രണ്ടുപേരും വന്നല്ലോ. ആ, ഇതാരാണ്? എന്റെ പേര് അടിപൊളി. ശരിക്കോ? ഏത് പാടാ കണ്ടിട്ടില്ല, പറയൂ. തെങ്കാശി പട്ടണോ? ഞാനോ? എടാ ഈ ചേച്ചിയാ പടത്തിലുണ്ടോ? ഞാനൊന്നുമില്ല. എടാ അത് ഈ ചേച്ചിയല്ല, അത് കലാഭവൻ നാരായണൻകുട്ടിയാ. ഞാൻ രചന നാരായണൻ കുട്ടിയാണ്. ഈ കുട്ടികളൊക്കെ കൂടിയിട്ട് കൺഫ്യൂഷൻ ആക്കിയല്ലോ. ഹലോ, എന്തൊക്കെയാ വിശേഷങ്ങള്? നല്ല വിശേഷം. ഈ കൊറോണ കാരണം ആകെ കെട്ടുന്നേ. പെട്ടൂലേ? കെട്ടെന്ന് പറയണ്ട. ആരെയും കാണാൻ പറ്റാതെ, പ്രോഗ്രാമില്ലാതെ. എന്തൊക്കെയാ മെയിൻ ഐറ്റംസ്? എന്തൊക്കെയാ സംസാരിക്കുക? മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊക്കെ മിമിക്രി ചെയ്യും. ശരിക്കും? പിന്നെ ഞാൻ കൂച്ചയുടെ ശബ്ദം ചെയ്യും. എന്തിന്? കൂച്ച. അടിപൊളി, കൊള്ളാലോ. പിന്നെന്ത് ചെയ്യും? എടാ നിന്റെ ആഫ്രിക്കയിലൊക്കെ കാക്ക എങ്ങനെ കളിയാ? ഏയ് ഒന്നും കേക്കല്ലോ ചേച്ചി, ഒന്നും കേക്കല്ലേ? ഞാനൊന്നും കേട്ടില്ലല്ലോ. എടാ കണ്ട ആഫ്രിക്കയിലെ കാക്കകാരെ എങ്ങോട്ട് കേക്കോ? കേരളത്തിലേക്ക്. ഇവനാള് വിചാരിച്ച പോലെ അല്ലല്ലോ. ഹലോ കക്കുച്ചേട്ടാ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖായിരിക്കുന്നത്. ടിവിയിൽ കണ്ട പോലെ തന്നെ സുന്ദരനാലോ. ചേട്ടന്റെ ട്രെയിനൊക്കെ ഞാൻ കാണാറുണ്ട്. ആടാ, ട്രെയിനൊക്കെ അവിടെ എത്തി. ഞാൻ ഒരു ദിവസം കൊണ്ടുപോകാൻ ട്രെയിനിനകത്ത്. ചേട്ടൻ മിലിറ്ററിക്കാരനാണോ? അല്ല, ഏത് സമയം സ്വലോട്ട് അടിക്കണോണ്ട് ചോദിച്ചതാ. എന്ത് പറ്റി? മോഹനവള്ളി. മോഹനവള്ളി. അതിനകത്ത് ഹലോ, ഞാൻ അർജുൻ ചേട്ടന്റെ ഒരു ഫാനാ. എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. ചേട്ടന്റെ കവിതകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഞാനേ ഈയിടെ ഇറങ്ങിയില്ലേ തേങ്ങാക്കലകൾ ആടുന്നു, അത് 5 തവണ ഞാൻ വായിച്ചു. ഒരു തേങ്ങ എനിക്ക് കിട്ടിയില്ല, എന്റെ പൈസ പോയി. പിന്നെ ചേട്ടന് ഈ കോമഡി ഉത്സവം പരിപാടി നല്ലൊരു പരിപാടിയാണ്. പക്ഷേ ഈ ചേട്ടന്റെ കവിതയോടെ പറയില്ല, ചീഞ്ഞു കൂട്ടാ ചീഞ്ഞ കവിത. ഈ ചേട്ടന് ഈ ചീന കവിത ആരാ പറഞ്ഞു കൊടുക്കണറിയോ? ഈ ചേട്ടന്റെ കൂടെ ഒരു ഒരങ്ങീശക്കാരുണ്ട്, കമലഹാസൻ. അവനാ ഈ ചേട്ടനെ വഴി തെറ്റിക്കണ്. ചേട്ടാ, ചേട്ടന്റെ കോമഡി ഉത്സവം നിന്നാലിട്ടോ, ഇവര് നല്ലവരാ. നീ ഇവിടുന്ന് പോണ്ടാന്ന് ജയകുമാരേട്ടനോട്. ഇവിടെ തന്നെ നിന്നോളൂ അല്ലേ? എനിക്ക് ജാക്കിയുടെ സംസാരം കുറച്ചൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. കൊള്ളാം കൊള്ളാം. നമുക്ക് ജാക്കിയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാലോ? ചോദിക്കാം. ഈ 6ൽ 5 പോയാ എന്ത് കിട്ടും? 5 ശതമാനം കിട്ടും. അതെങ്ങനെ? 5 നീന്തറിയില്ലല്ലോ. എടാ മണ്ട, ഞാൻ 6 പറഞ്ഞു. 6 എന്ന സംഖ്യ. അടിപൊളി, കൊള്ളാം കൊള്ളാം. നീ മമ്മൂട്ടി ഫാനാണോ ലാലേട്ട ഫാനാണോ? ഞാൻ ഈ രണ്ടാളുടെ ഫാനല്ല, ഞാൻ ദുൽഖർ സൽമാന്റെ ഫാനാ. ഈ ടിക്യുന്റെ പുതിയ പടം ഏതാന്നറിയോ? മുറുക്ക് മുറുക്ക് മുറുക്ക്. കുറുക്കലടാ, അച്ചപ്പും കൊയിലപ്പും. എടാ അത് കുറുപ്പാണ്, കുറുപ്പ്. കുറുക്ക് കുറുപ്പ് കുറുപ്പ്. Yes, കുറുപ്പ്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയാരാ? സണ്ണി ലിയോൺ. അതെ, സൗണ്ട് എവിടെ നിന്ന് വന്ന? ഈ സണ്ണി ലിയോൺ എന്ന് പറയുമ്പോ സൗണ്ട് എക്സ്ട്രാ വന്നല്ലോ. അതൊക്കെ ഞാൻ ഉണ്ടാക്കും. ആണോ? സണ്ണി ലിയോന്റെ ഫാനാ ഞാൻ. അവിടെ കഴിഞ്ഞ ദിവസേ ധോണി MS ധോണി സെഞ്ചുറി അടിച്ച കണ്ടോ? ഇല്ല, പെട്രോളും ഡീസലും സെഞ്ചുറി അടിച്ചേ കണ്ടു. സൂപ്പർ ജാക്കി. ജമീസും അസലായിട്ട് പെർഫോം ചെയ്തു. അടിപൊളി അടിപൊളി. പ്രജോദേട്ടാ സൂപ്പർ ആയിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. താങ്ക് യു കേട്ടോ. അപ്പൊ ഞാനാ സോറി, ജാക്കിയിലേക്ക് വരികയായിരുന്നു. ജാക്കി ഗംഭീരമായിരുന്നു കേട്ടോ. താങ്ക് യു. കാര്യം ഈ ജമീസും ജാക്കിയും കൂടി ഇത്രയും മനപ്പൊരുത്തം നമ്മൾ അറിഞ്ഞില്ല. ഇതുപോലെ കൗണ്ടർ പറഞ്ഞ് ചിരിപ്പിക്കുക എന്ന് പറഞ്ഞ അസാധ്യ കഴിവ് വേണം. ജാക്കി കിടിലം കക്ഷിയാണ്. ജാക്കി കിടിലം. ജാക്കി ജമീസിനേക്കാളും നന്നായിട്ട് ജാക്കിയാ ചെയ്തത്. ഞാൻ എപ്പോഴും കൊണ്ട് വരണ്ടോന്നില്ല.
എന്ന് തുടങ്ങി ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്? ഞാൻ കോമഡി സോൺ ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സീസണിൽ. രണ്ടാമത് ഞാൻ വരാൻ വേണ്ടി കുറെ പ്രാക്ടീസിന് 1 വർഷമായി ഇതിന്. എൻ്റെ ഇടയിൽ കുറച്ച് ഒരു ഓപ്പറേഷൻ ചെയ്തില് കുറെ വീട്ടിൽ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു കുറച്ചൊക്കെ. അപ്പൊ പിന്നെ വെറുതെ ഇരുന്നപ്പോ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ പഠിച്ചത് വരാൻ വേണ്ടി കുറെ ഇത്. അപ്പോഴാണ് കൊറോണ വന്ന് പരിപാടി നിന്നു പോയത്. അതിനാണ് നമ്മളെല്ലാവരും ഒരു വലിയ കയ്യടി ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടത്. ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ കോമഡി ഉത്സവത്തിൽ വരാൻ വേണ്ടി ഇത്രയും പ്രാക്ടീസ് ചെയ്ത് നല്ല നല്ല തമാശകളൊക്കെ ഉണ്ടാക്കി ഭംഗിയായിട്ട് ജമീസ് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ജമീസേ, ഇത് വെൻട്രലോക്കിസം വെൻട്രലോക്കിസം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വിദേശങ്ങളിലും ഒക്കെ ഉള്ള ഒരു കലയായിരുന്നു. ഇന്ത്യയിലും ഉണ്ടായിരുന്ന കലയാണ്. ഏതായാലും നന്നായിട്ട് അവതരിപ്പിച്ചു. അപ്പൊ ജമീസിനും ജാക്കിക്കും നിങ്ങൾ 2 വ്യക്തികളായിട്ട് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത്. ഓക്കെ, ജാക്കിക്ക് തരട്ടെ സമ്മാനം. ഓക്കെ, കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് നൽകുന്ന അഡ്മിഷൻ വൗച്ചർ ആണ്. വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം ജാക്കി. ഇതെങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി പാളും. വേഗം പൊക്കോളൂ കേട്ടോ. ഇനി കലാലോകത്തിന് കോമഡി ഉത്സവം നൽകുന്ന ആദരവ്. ഈ ആദരവ് ഏറ്റുവാങ്ങാൻ വരുന്ന വ്യക്തി ആരാണെന്ന് നമുക്ക് കാണാം. ലെറ്റ്സ് വാച്ച് ദ വീഡിയോ പ്രൊഫൈൽ. 24 വർഷമായി മിമിക്രി ലോകത്ത് നിറസാന്നിധ്യമാണ് പ്രതിജ്ഞൻ. ഒട്ടേറെ വേദികളിൽ തന്റെ പ്രകടന മികവ് ആവർത്തിച്ച ഇദ്ദേഹം ഇന്ന് അറിയപ്പെടുന്ന ഒട്ടേറെ താരങ്ങൾക്കൊപ്പം വേദികൾ പങ്കിട്ടിട്ടുണ്ട്. അനുകരണ കലയുടെ പുതിയ സമവാക്യങ്ങൾ വേദികൾക്ക് പരിചയപ്പെടുത്തിയ ഈ തൃശൂർ സ്വദേശി ഇപ്പോൾ മാജിക്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രതിജ്ഞന്റെ മിമിക്രിയിലെ സ്പെഷ്യൽ ഇഫക്റ്റുകൾ ഏതൊരു പ്രേക്ഷകനെയും പിടിച്ചിരുത്തും. മിമിക്രിയും മാജിക്കും സംയോജിപ്പിച്ച് പുതിയ ആസ്വാദന തലങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇന്ന് പ്രതിജ്ഞൻ. സൗണ്ട് മാജിക് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഷോ അധികമാരും വേദികളിൽ പരീക്ഷിച്ചിട്ടില്ല. കാലത്തിനൊപ്പം കലയെ മാറ്റുന്ന പ്രതിജ്ഞന് ഫോറസ്റ്റ് ഗോഡസ് കോമഡി ഉത്സവ വേദിയിൽ സ്നേഹാദരങ്ങൾ. സ്വാഗതം. നമസ്കാരം. ഓക്കെ, നമ്മൾ ഒരിക്കൽ കൂടി ഈ വേദിയിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള ഒരു നിയോഗം അല്ലേ പ്രതിജ്ഞ? അതെ അതെ, ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് ജീവിതത്തിൽ. 3-ാമത്തെ എപ്പിസോഡിലാണ് ഞാൻ വന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേ വേദിയിൽ തന്നെ ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളത് അത് വലിയൊരു, എനിക്ക് പറഞ്ഞറിയാൻ പറ്റില്ല അത്രയും സന്തോഷം. ഒരുപാട് സൗണ്ട് എഫക്റ്റുകൾ എടുത്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഹാപ്പിക്ക് മാത്രം എഫക്റ്റ് കിട്ടണില്ല. അതിലൊരു സന്തോഷം. ചിലത് അങ്ങനെയാണല്ലേ, നമ്മളെ നിശബ്ദരാക്കും. അതെ അതെ, ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരുപാട് പേര് അങ്ങനെ ട്രെയിൻ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഞാൻ മാജിക് ട്രെയിനറാണ്. മിമിക്രി പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. സ്റ്റേറ്റ് ഫസ്റ്റ് ഒക്കെ കിട്ടാറുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം അവരുടെ കഴിവ് കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമ്മളൊന്നുമല്ല, ഇനിയും പഠിക്കാനുണ്ടെന്ന്. സത്യമായിട്ടും ഓരോരോ പെർഫോമൻസ് ഇവിടെ വരുമ്പോൾ എന്നും കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇനിയും വലുതാക്കണം എന്ന് തോന്നും. ഇനിയും പുതിയ പുതിയ താരങ്ങൾ വരണം. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്തായാലും പ്രതിജ്ഞൻ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കോമഡി ഉത്സവത്തിൻ്റെ ഒരു പാർട്ടാണ്. അതായത് നമ്മൾ ഇത് കൂടാതെ തന്നെ സ്ഥിരം ഷോകൾക്ക് ഒരുപാട് വേദികളിൽ വന്നിട്ടുള്ള ആളാണ് പ്രതിജ്ഞൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മിമിക്രിയിൽ സൗണ്ടിന്റെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയാം. ഞാനിതിന് മിമിക്രി സൗണ്ട് മാജിക് എന്നാണ് ഇതിനിടെ. കാരണം ഇപ്പം എല്ലാവരും മിമിക്രിയിൽ ശബ്ദങ്ങൾ എടുക്കും. ഇപ്പം ചില ആൾക്കാരുണ്ട് പ്രതിജ്ഞ നീ പട്ടിയും പൂച്ചയും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനതിന് വ്യത്യാസം കാണിച്ചു തരാം. 2 മിനിറ്റ് കൂടെ നിൽക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു നായ ഇങ്ങനെ നമ്മൾ കുറയ്ക്കാറുണ്ട്. ഇത് കേട്ടോ, ചന്തയിലൊരു നായയാണെങ്കിൽ അടുത്ത് വന്നെ പക്ഷെ വീട്ടിലെ നായയാണെങ്കിൽ അതിന് വേറൊരു ശബ്ദം കേട്ടോ. കോഴിയുടെ ശബ്ദം എല്ലാവരും അങ്ങനെ എടുക്കും. പക്ഷെ ഇതിന്റെ അവസാനത്തെ ഗ്രെയിൻസ് അടക്കം ശ്രദ്ധിച്ചിട്ടു. അടിപൊളി. അത് പറഞ്ഞപ്പോഴാ നേരത്തെ നായനെ ചെയ്തില്ലേ, ദൂരേക്ക് അതും ചെയ്യലുണ്ട് അല്ലേ? അത് മണിച്ചേട്ടന്റെ സ്പെഷ്യൽ ആയിട്ടാണ്. 2 കിലോമീറ്റർ അപ്പുറത്തൊരു നായ കുരയ്ക്കുമ്പോൾ അതിന്റെ ശബ്ദം ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ക്ലോസപ്പ് മാജിക് എന്ന് പറയും. ഞാനിപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലോസപ്പ് മിമിക്രി, അതായത് അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു കോഴി വേറെ എന്തെങ്കിലും അങ്ങനെ പൂച്ചക്കുട്ടിയുടെ ശബ്ദമാണെങ്കിൽ അപ്പോൾ അവർ എന്തെങ്കിലും ചെയ്തുകൊണ്ട്
ഇന്ന് ഒരുപാട് സന്തോഷമുള്ള സമയത്ത് ഞാൻ എടുത്ത കുറച്ച് എഫക്റ്റുകൾ ഇവിടെ വിഷ്വലിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇനി ഒരു നല്ലൊരു മഴയാണ്. മഴയത്ത് ഇടിവെട്ടുണ്ട്, നല്ല മഴ. രചനയുടെ നിപ്പ് കണ്ടാ രചന നനഞ്ഞു നിൽക്കുക. ഇനി വിഷ്വൽ ഇല്ലാതെ ഒരു സൗണ്ട് എഫക്റ്റ്. ഈ മഴ കഴിഞ്ഞ് അതിൻ്റെ ഇടിവെട്ടുണ്ട്. ആ ഇടി വെട്ടിയിട്ട് ഓരോ തുള്ളികൾ വീണാണ്. വളരെ ചെറിയ ശബ്ദം. ഇതിൽ കൂടെ നടക്കും ചെളിയിൽ. ഇനി ഹെലികോപ്റ്ററാണ്. 3 തരത്തിലുണ്ട്. അപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം ഒന്ന് കേട്ട് വെക്കാം. ഇനി ട്രെയിനാണ്. ഈ ട്രെയിൻ എങ്ങനെയാ നോക്കാം. ട്രെയിനിൻ്റെ ഒരു പാസിംഗ് ആണ്. നമ്മുടെ വിഷുവിനൊക്കെ കത്തിക്കുന്ന മേശപ്പൂ, അതിന്റെ ശബ്ദം ശരിക്കും കേൾക്കണോ? കത്തിക്കണ്ട്. ചൈനീസ് പടക്കങ്ങളുണ്ട്. അതൊക്കിപ്പോഴും ശബ്ദങ്ങളൊക്കെ മാറിയിട്ട് വരും. ചൈനീസ് പടക്കം എന്ന് വെച്ചാൽ പുരണ്ടുണ്ട്, ഇങ്ങനെ പൊട്ടുന്നുണ്ട്. എൻ്റെ തൃശ്ശൂരിൻ്റെ പിടിക്കിട്ടുന്ന തീ കൊടുക്കുകയാണ്. മനസ്സിൽ അത്രയും സന്തോഷമുണ്ട്. കൊടുക്കട്ടെ? പിന്നെന്താ, എന്നാ കൊടുത്തോ. ഞാൻ കൊടുക്കാം. റെഡി, 1 2. ഇതിൽ ഏറ്റവും ഇടയ്ക്ക് മനുഷ്യടം പറയും, മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ളൊരു എഫക്റ്റ് ഉണ്ട്. മേലെ പോയി പൊട്ടി വരുന്ന നമ്മിട്ട് എനിക്കിപ്പോ ഒരു പൂരം കണ്ട ഒരു പ്രതീതിയാണ്. താങ്ക് യു സോ മച്ച്. ഇത് ഞങ്ങളുടെ ഒരു പ്രിവിലേജ് ആണ് താങ്കൾ ഇവിടെ ഇന്ന് ഈ വേദിയിൽ നിൽക്കുക. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് താങ്കളുടെ ഒരു മാസ്റ്റർ പീസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ, സൗണ്ട് മാജിക് എന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്ന കുറേ പെർഫോമൻസസ് ചെയ്തു തരിക എന്നുള്ളതൊക്കെ ഞങ്ങളുടെ ഒരു അഭിമാനം. ഒരിക്കൽ കൂടി ഒരുപാട് സന്തോഷം. ജയകുമാരേട്ടാ, ഞാൻ ഈ സൗണ്ട് മാജിക് എന്നുള്ള ഈ ഭാഗത്തിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നേരത്തെ ഞാനത് അത്രത്തോളം ഞാൻ ഇതിൽ ശ്രദ്ധിച്ചിട്ടില്ല. മിമിക്രി കാണുന്നു സാധാരണ, മിക്കവാറും എല്ലാ മിമിക്രിക്കാരും എൻ്റെ സുഹൃത്തുക്കളുമാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിന് ഇങ്ങനൊരു വിഭാഗം ഉണ്ടെന്നും ഇതിനകത്ത് ഇത്തരം കണ്ടുപിടുത്തങ്ങളും റിസർച്ചുകളും ഒക്കെ നടക്കുന്നുണ്ടെന്നും സത്യത്തിൽ ഇപ്പോഴാണ്, താങ്കളെ കണ്ടപ്പോഴാണ് എനിക്ക് പിടികിട്ടുന്നത്.
വളരെ മനോഹരമാണ്. അത് വളരെ സൂക്ഷ്മമായിട്ടാണ് താങ്കൾ അവതരിപ്പിച്ചേക്കുന്നത്. താങ്ക് യു സർ. കോമഡി ഉത്സവത്തിൻ്റെ ആദരവേറ്റ് വാങ്ങാൻ 100% അർഹനായ ഒരു കലാകാരനാണ്. കാരണം മിമിക്രിയിൽ ഒരുപാട് പേര് പല സംഭവങ്ങളും അനുകരിക്കുന്നുണ്ട്. പ്രതിജ്ഞൻ്റെതായ ഒരു സിഗ്നേച്ചർ ഉണ്ട്, ഓരോ ഐറ്റത്തിലും ഉണ്ട്. മിമിക്രിയിൽ നമുക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് ഒരു ലെജൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാവുന്ന മികച്ച കലാകാരനാണ്. ഇനിയും ഐറ്റം ഉണ്ട്, പക്ഷേ 2 വർഷമായി ഈ ഫ്ലൈറ്റൊക്കെ ഒന്ന് എനക്കിയിട്ട് ഇത് പൊന്തോന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. എന്നാ ആ ഫ്ലൈറ്റിനെ ഒന്ന് പൊക്കാൻ നമുക്ക് നോക്കാം. എൻജിൻ പകുതിയിൽ നിന്ന് ഒന്ന് സഹായിക്കണം. അപ്പോൾ ഫ്ലൈറ്റ് വിഷ്വല് റെഡി. Ready to take out. രണ്ടു വർഷമായി ഫ്ലൈറ്റ് വന്നിട്ടില്ല. അതെന്തായാലും കിടിലൻ ടേക്ക് ഓഫ് ആയി. അടിപൊളി അടിപൊളി. ഞങ്ങളുടെ മിമിക്രിക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഈ പ്രതിജ്ഞ. അപ്പം നമ്മൾ മലയാളികളെല്ലാവരും മണിച്ചേട്ടനെ ചേർത്ത് പിടിച്ച പോലെ തന്നെ മണിച്ചേട്ടൻ ചേർത്ത് പിടിച്ച ഒരു ആർട്ടിസ്റ്റാണ് പ്രതിജ്ഞൻ എന്ന് പറയാം. ഇപ്പം മണിച്ചേട്ടൻ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ഷോ കൊണ്ടുപോകും എന്ന് പറഞ്ഞ പോലെ പ്രതിജ്ഞൻ്റെ ഐറ്റം വെച്ചിട്ട് 2.5 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ ഷോ കൊണ്ടുപോകാൻ കാലിബറുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഈ വേദിയിൽ അംഗീകരിക്കുന്ന ഒരു വേദിയിൽ അല്ലെങ്കിൽ ആദരിക്കുന്ന വേദിയിൽ നിൽക്കാൻ സാധിച്ചതും അവിടെ ഇരിക്കാൻ സാധിച്ചതും ഏറ്റവും വലിയ സന്തോഷമായിട്ട് അഭിമാനമായിട്ട് ഞാനും കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ശ്രീ പ്രതിജ്ഞൻ അനുകരണ കലയിലൂടെ ആസ്വാദകരുടെ മനം കവർന്ന മാന്ത്രിക പ്രതിഭയ്ക്ക് കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരം. ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വരുന്നത് ആരാണെന്ന് നമുക്ക് കാണാം വീഡിയോ പ്രൊഫൈലിലൂടെ. കാൽച്ചുവടുകൾ കൊണ്ട് വേദികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന അച്ഛനും മകനും. ഷഹബാസ് ഹസനും മകൻ നബീലുമാണ് കലാ ആസ്വാദകരുടെ മനം കവരുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത്. ഫാർമ കമ്പനിയിൽ റീജിയണൽ മാനേജറായി വർക്ക് ചെയ്യുന്ന ഷഹബാസ് ഹസൻ എറണാകുളത്തും കോട്ടയത്തും 20 തരം പായസങ്ങളുമായി പായസക്കട എന്ന ഡെസേർട്ട് ഷോപ്പും നടത്തുന്നു. 3 വയസ്സ് മുതൽ ഡാൻസിനോട് കമ്പമുള്ള നബീൽ അലമീൻ പബ്ലിക് സ്കൂൾ ഇടപ്പള്ളിയിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഡാൻസ് മാത്രമല്ല, പഠനത്തിലും ഒന്നാമതാണ് നബീൽ. ഒട്ടേറെ മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി ട്രോഫികളും ഈ കൊച്ചുമിടുക്കൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. മക്കളുടെ കലാവാസനയ്ക്കൊപ്പം നിൽക്കാൻ ജോലി തിരക്കിനിടയിലും സമയം കണ്ടെത്തുന്നുണ്ട് ഷഹബാസ് ഹസൻ. ഫോറസ്റ്റ് ഗോഡസ് കോമഡി ഉത്സവ വേദിയിലേക്ക് ഷഹബാസ് ഹസനെയും നബീലിനെയും സ്വാഗതം ചെയ്യുന്നു. Hello man, how are you? I am fine. നബീൽ ഏത് ക്ലാസ്സിലാ? Second standard. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? Al-Amin Public School എടപ്പള്ളി. സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? ഇല്ല, വീട്ടിലിരുന്ന് ഓൺലൈനാ പഠിക്കണേ. സ്കൂളിന്റെ പടി കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? 2 കൊല്ലം ഇപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡ് 2 കൊല്ലമായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ. അപ്പൊ എന്താണ് അച്ഛനും മോനും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കണേ ഇന്ന്? ഞങ്ങളൊരു ഡാൻസ് ആണ്. മോന് ചെറുപ്പം മുതൽ ഡാൻസ് നല്ല താല്പര്യമാണ്. പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ പോയിട്ടില്ലും ഞങ്ങൾ പല ക്ലിപ്പിംഗ്സ് കണ്ട് പഠിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു മിക്സ്ഡ് സോങ് ഡാൻസ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഡാൻസ് പഠിച്ചിട്ടില്ല? ഇല്ല. അപ്പൊ അച്ഛന്റെ ഒരു പ്രചോദനം എന്തായിരുന്നു? മോന്റെ അടുത്തുനിന്നാണോ ആ ഇൻസ്പിറേഷൻ കിട്ടിയത്, അതോ താങ്കൾ മുമ്പ് കളിക്കുമായിരുന്നോ? ചെറുപ്പം പോലെ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങനെ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ചെറുതായിട്ട് ട്രൈ ചെയ്യുന്നു. പിന്നെ മക്കൾക്കും ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഹാപ്പി. അടിപൊളി. അപ്പൊ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഈ സ്പെഷ്യൽ പെർഫോമൻസ് കാണാൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് എന്നോട് പറയാ. ചേടാ देगा नाका नागिना देगा चिकनी चमेली देखी चिकना कमीना देगा चांदनी चिडर होके चीट किया तो सारे तारे बोले गिली गिली अक्खा
थाली में कटोरा लेकर आलू भात मूड़ी भात मेरे भी जो किसी ने रिपीट किया तो साला मैंने तेरे मुंह पे मारा मुक्का इसमें भूत कोई चढ़ा है ठहरना जानना अब तो क्या बुरा क्या भला है फर्क पहचानना जिद पकड़ के खड़ा है कम वक्त छोड़ना जानना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना ഇതൊക്കെ എവിടെ ഒളിപ്പിച്ച് വെച്ചേക്കണേ ഇത്രയും എനർജി? അത് പറഞ്ഞാല് ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിലൊക്കെ ഡാൻസ് കളിക്കുമായിരുന്നു. എനിക്ക് എല്ലാത്തിനും ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. പിന്നെ ഇതൊക്കെ വന്നപ്പം നല്ലതായിട്ട് ഡാൻസ് കളിച്ചതാ തുടങ്ങി. ഇതൊക്കെ ഈ ഒരു ആവേശമൊക്കെ വന്നപ്പോ ഞാൻ അങ്ങോട്ട് കേറി അടിച്ചു അല്ലേ? അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് താങ്കളുടെ ആ ഒരു മോന് വേണ്ടിയിട്ടാണ് താങ്കൾ ഇതൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതിനൊരു പ്രത്യേക നമസ്കാരം താങ്കളോട്. രജതേട്ടാ, അച്ഛനും മകനും കൂടി പൊളിച്ചടിക്കുന്നു പറയാം. നമ്മൾ ഈ അച്ഛനൊക്കെ പറയുമ്പോൾ എല്ലാവരും ഈ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ പാട്ടുകാരായിരിക്കാം, ഡാൻസുകാരായിരിക്കും, ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല. എല്ലാവരും ജോലി തിരക്കാൻ വേണ്ടി ഓട്ടമാണ്. പക്ഷേ ഇതിനിടയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അച്ഛനും മകനും കൂടിയാണ് ഇന്നത്തെ കോമഡി ഉത്സവത്തിൽ ഞങ്ങൾ കണ്ടത്. പിന്നെ എക്സ്പ്രഷൻ ബേസിൽ ഭയങ്കര രണ്ട് രസം. മോനെ ഭയങ്കര എക്സ്പ്രഷനൊക്കെ വാരി വിതറുകയായിരുന്നു കേട്ടോ ചില സമയത്തിനൊക്കെ. ഇത് വലിയ സന്ദേശം കൂടിയാണ് കേട്ടോ. കാരണം നമുക്ക് പണമല്ല ഏറ്റവും വലിയ സമ്പാദ്യം, സന്തോഷമെന്ന് പറയുന്നത് മക്കളാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യവും സന്തോഷവും തരുന്നതെന്ന് കാണിച്ചു കൊടുത്തത്. ഞാൻ പറയുന്നത് ഭയങ്കര ബ്രഹ്മാണ്ഡ ഡാൻസ് ഒന്നുമല്ല, നിങ്ങൾക്കത് ചെയ്യണം, മകനെ കൊണ്ട് ഇവിടെ ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൻ്റെ റിസൾട്ടാണ് ഇന്നിവിടെ കണ്ടത്. നിങ്ങൾ രണ്ടും പൊളിച്ചടിക്കും. നബീലെ തകർത്ത് കളഞ്ഞു. താങ്ക് യു. നബീലിന് പ്രാക്ടീസിന്റെ ആവശ്യമൊന്നുമില്ല, അച്ഛന് വേണ്ടിയിട്ട് നിന്നു കൊടുത്താണ് പുള്ളി. കാരണം നബീല് കറക്റ്റായിട്ട് അച്ഛനെ ഒന്നും നോക്കുപോലും ചെയ്യാതെ സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കുറെ കസർത്തുകളൊക്കെ കാണിച്ചു. നല്ല പവർ പാക്ഡ് ആയിരുന്നു. നിങ്ങളുടെ ഈ സ്റ്റെപ്സിനൊക്കെ ഒരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് നിങ്ങളിവിടെ ചെയ്തത്. അതുപോലെ മോൻ നല്ല ചിരിയായിരുന്നു, ഫുൾ ടൈം ചിരിച്ചോണ്ടാണ്. ആരാണ് ചിരിച്ചോണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നത്? ആരും പറഞ്ഞില്ല, ഞാൻ ചിരിച്ചതാ. ആണല്ലേ? ഇപ്പൊ പറഞ്ഞ പോലെ ഇവൻ 2ാം ക്ലാസ്സിലായി. 2 വർഷം കോവിഡായിരുന്നു, സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു. 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിലെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കാണ് ജയിച്ചത്. പക്ഷേ ഇതിനിടയിൽ ഈ ഓൺലൈൻ ക്ലാസ്സിലെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു വലിയൊരു മാനസിക പിരിമുറുക്കവും ടെൻഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ എനിക്ക് തോന്നുന്നത് കുട്ടികളുടെ കലാപരമായ വാസനയെ രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിക്കണമെന്ന ആ ഒരു കാര്യം നിങ്ങളുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് കാണുമ്പോൾ കഴിവുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് തോന്നും. തീർച്ചയായിട്ടും അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവർ മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗംഭീരായി കേട്ടോ രണ്ടുപേരും. അമ്മ എവിടെ ഇരിക്കുന്നേ?
ഏത്? നമസ്കാരം. നിങ്ങൾക്ക് ഇവർക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നതിന് ഒരുപാട് 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 സന്തോഷം. ജയകുമാരേട്ടാ, അച്ഛൻ്റെയും മകൻ്റെയും പ്രകടനം വളരെ മനോഹരമായിരുന്നു. പിന്നെ രണ്ടുപേരും ഒരേപോലെ തന്നെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു. രണ്ടുപേരുടെയും അച്ഛനും മകനും ആയതുകൊണ്ട് ഒരേ രൂപം. അപ്പോൾ അതിൻ്റെ അങ്ങനെ 2-3 പ്ലസ് പോയിന്റുകൾ ഇവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് നിങ്ങൾ രണ്ടുപേരും പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. ഓക്കെ, എനിക്ക് സമ്മാനം കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. കെന്നി ഓൺലൈൻ ഇംഗ്ലീഷ് നൽകുന്ന അഡ്മിഷൻ വൗച്ചറാണ്. ഇത് വെച്ചിട്ട് എന്താ ചെയ്യാന്നറിയോ? അറിയില്ല. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഫോണിൽ വാട്സാപ്പിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനീ സൂപ്പറായിട്ട്. ഓക്കെ, റെഡി? അപ്പോൾ ഇനിയും വരണം, നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, അടുത്തൊരു പെർഫോമൻസ് ഞാനും മോനും കൂടി മാത്രം. അച്ഛനെ നമുക്ക് പതുക്കെ. അയ്യോ, അത് താല്പര്യമില്ല കേട്ടോ, മുഖം മാറി. താങ്ക് യു ചക്കരേ, താങ്ക് യു സർ. ഇനിയൊരു വൈറൽ വീഡിയോ കട്ട് സെഗ്മെന്റ് ആണ്. ഇതിനായി വേദിയിലേക്ക് വരുന്നത് ആരാണെന്ന് നമുക്ക് കാണാം. ലെറ്റ്സ് വാച്ച് ദി വീഡിയോ പ്രൊഫൈൽ. അംഗവൈകല്യങ്ങളോട് പടപൊരുതിയാണ് മണിക്കുട്ടൻ മുന്നോട്ട് വരുന്നത്. ആലപ്പുഴ മുഹമ്മ ദീപ്തി സ്കൂളിലെ വിദ്യാർത്ഥിയായ മണിക്കുട്ടൻ സ്കൂളിലെ കലാപരിപാടികളിലെല്ലാം പങ്കെടുത്ത് സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അമ്മ നഷ്ടപ്പെട്ട ഈ കലാകാരന് അച്ഛനും അച്ഛന്റെ സഹോദരിയുമൊക്കെയാണ് തുണയായിട്ടുള്ളത്. മണിക്കുട്ടന്റെ കഴിവുകളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതും കുടുംബക്കാർ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലും ഏറെ ആരാധകരുണ്ട് ഈ കലാതാരത്തിന്. ഓരോ ദിനവും തന്റെ കഴിവുകളെ രാഗിമിനുക്കുന്ന മണിക്കുട്ടന് അനുകരണ കലയോടാണ് കൂടുതൽ താല്പര്യം. ഫോറസ്റ്റ് ഗോഡസ് കോമഡി ഉത്സവ വേദിയിലേക്ക് ഈ അനുഗ്രഹീത കലാകാരനെ സ്വാഗതം ചെയ്യുന്നു. ഹലോ, നമസ്കാരം. പൊളിച്ചു. എന്തൊരു വരവാണ് ഈ വരവ് വരണേ മണിക്കുട്ടാ. മണിക്കുട്ടൻ തന്നെയാണോ ശരിക്കുള്ള പേര്? അതാണ് ഇഷ്ടട്ടോ. ആ, ശരിക്കും പേരുണ്ട് മനോജ് അല്ലേ? ഓക്കെ. എന്തൊക്കെ ചെയ്യും മണിക്കുട്ടൻ? പാട്ട് പാടുവോ? പിന്നെ മിമിക്രി ചെയ്യോ? അപ്പൊ ഓരോന്നായിട്ട് അങ്ങോട്ട് തുടങ്ങിയാലോ? ഞെട്ടിപ്പിക്കണം നമുക്ക് അവരെല്ലാവരും. മണിക്കുട്ടാ, പൊളിച്ചാലോ നമുക്ക്? അങ്ങോട്ട്. മണിക്കുട്ടനെ നമ്മൾ അളിയാന്നാട്ടോ വിളിക്കണേ. ആണോ മണിക്കുട്ട? എന്നെ മനസ്സിലായോ? പക്രുളിയുണ്ട്, പ്രചോദളിയനുണ്ട്, ജയകുമാർ അളിയനുണ്ട്. സുഖാണോ? നമുക്ക് ആദ്യം പട്ടിയുടെ ശബ്ദത്തിൽ നിന്ന് തുടങ്ങിയാലോ മണിക്കുട്ട? സൂപ്പർ, അടിപൊളി. പൂച്ച. ആ, പൂച്ചാട്ട. പട്ടിയും പൂച്ചയും തമ്മിൽ ഭയങ്കര അടി. ആ, എങ്ങനെയാത്? കോഴിയുടെ ശബ്ദം. കോഴി മുട്ടയിടുമ്പോ എങ്ങനെയാണ്? മുട്ട ഇവിടുന്ന് വരികയാണ്. അടിപൊളി, കിടുക്കൻ. ഇനി ആട് കരയണ ശബ്ദം എങ്ങനെയാ? ആ, സൂപ്പർ. പന്നിയുടെ ശബ്ദം എങ്ങനെയാ? സൂപ്പർ. സിംഹം എങ്ങനെയാ ഗർജിക്കുക? മയില് കരയണത് എങ്ങനെയാ മണിക്കുട്ട? ട്രെയിൻ പോണത് എങ്ങനെയാ? ട്രെയിൻ എങ്ങനെയാ പോവാ? ഇനി നമുക്കൊരു പാട്ട് പാടിയാലോ? സന്തോഷല്ലേ പാട്ട് പാടാൻ? നമുക്ക് മിന്നാ മിനുങ്ങിയ പാട്ട് പാടിയാലോ? ഓക്കെ. മണിക്കുട്ട ചിരി കേട്ടില്ലേ? ലാസ്റ്റ് മണിച്ചന്റെ ചിരി ഒന്നുകൂടെ ചിരിച്ചേ. ഇനി എന്തൊക്കെയോ ഉണ്ടല്ലോ കയ്യില്. മമ്മൂക്കേനെ ഒക്കെ ചെയ്യോ അല്ലേ? എങ്ങനെയാ മമ്മൂട്ടീനെ ചെയ്യാ?
അടിപൊളി. ഇനി സുരേഷ് ഗോപി ചേട്ടൻ. അടിപൊളി. ഇനി അടുത്തത് അച്യുതാനന്ദൻ സാറിനെ ചെയ്യൂ അല്ലേ? ആ അത് ചെയ്താലോ? പളക്കി വെള്ളപ്പളക്കി വെള്ളപ്പളപ്പളക്കു ആ, അടിപൊളി. ഇനി ജയൻ സാറ്. കളിക്കട്ടി പിളങ്ങി പറഞ്ഞു. മധു സാറില്ലേ? മധു സാറും ഷീലാമേം. എന്റെ പൊറ്റുപിള്ളേരി കത്തം. ഇനി പുലിമുരുകനിലെ ലാലേട്ടൻ ഇറങ്ങാണ്ടല്ലേ? ഇതൊരു ഭംഗിയായിട്ട് ഓരോന്നും ചെയ്യണത് അല്ലേ? എല്ലാരും ഇതാ എണീറ്റൊന്ന് കൈയടിക്കായിരുന്നു. മണിക്കുട്ടന് സന്തോഷായോ? ഓക്കേ. ഫക്രു ചേട്ടാ. അളിയാ, ഞാൻ ഇനി മണിക്കുട്ടാന്ന് വിളിക്കില്ല, അളിയാന്നേ വിളിക്കുള്ളൂ. പൊളിച്ചടുക്കി തകർത്ത് കളഞ്ഞു. ആ ലാലേട്ടനൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു വന്നപ്പോ ഉണ്ടല്ലോ, സൂപ്പറായിരുന്നു, ഗംഭീരായിരുന്നു. ഒരു സകലകല വല്ലഭനാണ് നമ്മുടെ അളിയൻ. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തതിന് മുകളിലാണ് അവൻ്റെ ആ ഒരു സ്പിരിറ്റും പെർഫോമൻസ് ലെവലും. അപ്പോൾ അതാണ് നമുക്ക് കോമഡി ഉത്സവത്തിലൂടെ കാണിച്ചു കൊടുക്കാനുള്ളത്. കഴിവുള്ള കുട്ടികൾ, അവരെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവർക്കും ഈ വേദിയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അളിയൻ ഇവിടെ വന്ന് പൊളിച്ചടുക്കിയത്. അടിപൊളി. അപ്പൊ അളിയന്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ടില്ല. ഇല്ലേ? ഇനിയുണ്ടോ? ഇല്ല. ഇനി അളിയൻ ഒരു ഡാൻസ് ഉണ്ട്. ലാലേട്ടന്റെ ട്രിബ്യൂട്ട് ആണ് ഞങ്ങള്. ശരി. നീ ആളുകൊള്ളാലോ. ഇതൊക്കെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി. പ്രചോദേട്ടാ, എനിക്ക് അവന് ഷെയ്ക്കാൻ കൊടുക്കണം. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. പിന്നെന്താ? പിന്നെ പൊളിക്കും. മണിക്കുട്ടാളിയാ, കോമഡി ഉത്സവത്തില് ഏറ്റവും നല്ല മോട്ടിവേറ്റർ ആയിട്ട് വന്ന ഒരാളാണ്. സത്യം അല്ലേ? ഇതിൽ അപ്പുറത്തേക്ക് ഒരു മോട്ടിവേറ്റർ ഇല്ല എന്നുള്ളത്. അജി പറഞ്ഞ പോലെ അവന്റെ കുറവുകൾ നമ്മൾ കാണുന്നില്ല. അവൻ ഇവിടെ കത്തി കയറുമായിരുന്നു. കാര്യം മിമിക്രി എന്ന് പറയുന്നതിൽ അവൻ കാണിച്ച ആദ്യത്തെ ഐറ്റംസ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. വളരെ പെർഫെക്റ്റ് ആയിരുന്നു. നമ്മൾ ഒരുപാട് കാലം ട്രെയിൻ ചെയ്തെടുത്ത് പ്രാക്ടീസ് ചെയ്ത് സ്റ്റേജിൽ ചെയ്യുന്ന ഒരു സാധനം അവനിവിടെ വന്ന് അളിയാ പൊളിക്കുക അളിയാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാം ഇപ്പൊ പട്ടി കുറയ്ക്കുന്നതും പൂച്ച കുറയ്ക്കുന്നതും ഒക്കെ എന്ത് രസമായിട്ട് അവൻ ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്. മണിക്കുട്ടാ, കൂടെ ആരൊക്കെയാ വന്നിട്ടുള്ളത്? അളിയനുണ്ട്, അളിയനുണ്ട്, അപ്പച്ചിയുണ്ട്, അപ്പച്ചുണ്ട്. ഓക്കെ. അവരെ വിളിച്ചാലോ? നമുക്ക് ഇങ്ങട് വിളിക്കാം. അപ്പച്ചി പേരെന്താ? ദേവി. സുദേവി. അപ്പച്ചിയാണ് മണിക്കുട്ടനെ ഇങ്ങനെ നോക്കി പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത്. പിന്നെ രണ്ടളിയന്മാരും. ആരെ ഏറ്റവും ഇഷ്ടം മണിക്കുട്ടന്? അപ്പച്ചി. അപ്പച്ചി. ജയകുമാരേട്ടാ, സത്യസന്ധമായിട്ട് പറഞ്ഞാല് അളിയൻ ഈ കാണിച്ച കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ അറിഞ്ഞൂടാ. വളരെ മനോഹരമായിരുന്നു അളിയൻ കാണിച്ച ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ. അമ്മ മരിച്ചുപോയി, അച്ഛൻ വേറെ വിവാഹം കഴിച്ച് അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളിലേക്ക് പോയി. പക്ഷേ ഈ മകനെ പൊന്നുപോലെ കാത്ത് കരുതലോടുകൂടി വളർത്തിയിരിക്കുന്നത് അപ്പച്ചിയാണ്. മോനെ അമ്മാമ്മയും നോക്കും, അമ്മയുടെ അമ്മ. ഒരുപാട് അപ്പച്ചിമാരുണ്ട്. ആ അപ്പച്ചിമാരിൽ നിന്നൊക്കെ വ്യത്യസ്തയാണ് ഈ നിൽക്കുന്നത്. കാരണം ഈ കുഞ്ഞ് ഇവിടെ വന്നു നിന്ന് വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പ്രകടനങ്ങളൊക്കെ നടത്തിയത്. അതിന് ഇവന് നിങ്ങൾ കൊടുത്ത ഒരു വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ
അത്ര നല്ല രീതിയിൽ ഇവന് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അപ്പച്ചിയോടും അതുപോലെ ഇവിടെ നിൽക്കുന്ന വിഷ്ണു, വിശാൽ, ഷാക്ക്, ഗാഥ, നിങ്ങൾ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം ഒരു അഭിനന്ദനങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ആ ഒരു കരുതലും ഈ ഒരു സ്നേഹവും ഒക്കെ ഇനിയും അങ്ങനെ മുന്നോട്ട് പോകട്ടെ. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നല്ല കലാകാരനാവും മണിക്കുട്ടന്, യാതൊരു സംശയമില്ല. ഞങ്ങളുടെയൊക്കെ വിജയാശംസകൾ നിങ്ങൾക്ക്. അളിയനൊരു പാട്ട് പാടുണ്ടോ? ഏതാണ്? ഇത് കഴിയുമ്പോ രചന കോമഡി ഉത്സവത്തിലെ അളിയനും അപ്പച്ചിയും കളിക്കും. അല്ല അളിയ, അവള് വേണ്ട ഇവള് വേണ്ട, അതൊന്ന് പാടൂ, അതൊന്ന് പാടും. പിന്നെ അസലായി പാടും. വിഷ്ണു വിശാലിന്റെ ആ ഒരു എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത് മണിക്കൂട്ടൻ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് ഇവര് പോലും വിചാരിച്ചു. ശരിയാണോ? അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾ കണ്ടതിൽ കൂടുതൽ ഇവിടെ വന്ന് കാണിച്ചിട്ടുണ്ട്. അതാണ് ആ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്തുണ്ട്. അളിയനൊരു സമ്മാനം ഞങ്ങൾ തരാൻ പോവാണ്. ഫാസോ ഇന്നവെയർ ആൻഡ് അത്ലേഷ്യർ നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ ആണ്. മണിക്കുട്ട അടിച്ചു പൊളിക്കണട്ടാ. ഇനി വരണേ. ഓക്കെ, ഇനി വരുന്നത് മിമിക്രി കോമ്പറ്റീഷൻ ആണ്. ഇതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു നിഖിൽ ആൻഡ് ഗോപു. നമസ്കാരം. എവിടുന്നാണ് വരുന്നത് താങ്കള്? പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് അഖിലാണം എന്ന സ്ഥലം. ഓക്കെ, താങ്കൾ മിമിക്രി ആർട്ടിസ്റ്റ് ആണോ അതോ വേറെ ജോലി എന്താ ചെയ്യണേ? ഞാനൊരു കൊത്തുപണി ആശാരിപ്പണിക്കാരനാണ്. അത് ശരി. ഓക്കെ, താങ്കൾ എവിടുന്നാ വരുന്നത്? ഞാൻ പത്തനംതിട്ട ജില്ല ആറന്മുളയ്ക്ക് അടുത്തുള്ള കോട്ടയം. എന്താ ജോലി എന്താ ചെയ്യണേ? നേരത്തെ ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. നാട്ടിൽ വന്നു. ഓക്കെ, അപ്പൊ രണ്ടുപേരും റെഡിയാണ് അല്ലേ ചെയ്യാൻ? എന്തൊക്കെയാ ലിസ്റ്റിലുള്ളത് ഗോപുവിന്റെ? ലിസ്റ്റില് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ, മാമുക്കോയ സാർ, MS തൃപ്പൂണിത്തറ സാർ. യെസ്, സൂപ്പർ. താങ്കളുടെ ലിസ്റ്റില്? എന്റെ ലിസ്റ്റില് ടീനിച്ചേട്ടനുണ്ട്, ഉമ്മൻചാണ്ടി സാറ്, ജാഫർ ഇടുക്കി. എന്ത് ഇത് വിളിച്ചോണ്ട് വന്നിരിക്കുന്നു? ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ബഹളാണ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ്സ് ആയിട്ട്. ഓക്കെ, അപ്പൊ റെഡിയാണ് രണ്ടുപേരും? റൂൾസ് അറിയാലോ. നമ്പർ ചൂസ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഓക്കെ, ശരി. നമ്പർ നോക്കിക്കോളൂ കേട്ടോ. നമ്പർ 3. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. ഞങ്ങൾ ഇതിനെ നട്ടുവാങ്കം എന്ന് പറയും. തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ അന്യ നാട്ടുകാരായതുകൊണ്ട് ചോദിക്കാ, ഇത് എന്ത് ഏർപ്പാട്? താളം, ഇലത്താളം അല്ലേ? ഓക്കെ, ശരി. ഗോപു നമ്പർ ചൂസ് ചെയ്യാലോ. നമ്പർ 5. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. മളച്ചേട്ടൻ. അയ്യോ മാധവ്, കള്ളു പൊത്ത് പോയാ. ഒരു മിനിമം വോളിയത്തിൽ വിടു മനുഷ്യ, നാട്ടുകാര് കേൾക്കും. അല്ല, അങ്ങനെ പറയാനൊന്നുമില്ല. ആ ട്രോൾ എന്നല്ല, കുറച്ചും കൂടി അല്ലേ? ആ ശ്രമത്തിനൊരു പ്രത്യേകം. പിന്നെ നോ ഡൗട്ട്, നോ ഡൗട്ട്. ഓക്കെ, അപ്പൊ നിഖിൽ ജി നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. ഇവിടെ ലിസ്റ്റിലുണ്ട്, അതാണ് നമുക്ക് കിട്ടിയത്. ട്രൈ ചെയ്തോ. ശരി. ബാലകൃഷ്ണ കൊച്ചു കള്ള നായിന്റെ പോലെ എന്താ കാണിക്കണേ? ഇത് വെറും ട്രൈ ഒന്നല്ല. അബദ്ധമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് അല്ലേ? ഇല്ല, അബദ്ധമൊന്നുമല്ല. വെരി ഗുഡ് ട്രൈ. യെസ്, പറയാം നമുക്ക്. മാമുക്കോയ സാറിന്റെ കുരുതി എന്ന ചിത്രത്തിലെ പുതിയൊരു ഇത്രയും നേരം നിങ്ങളൊക്കെ പലതും ചെയ്തു കൂട്ടിയില്ലേ, ബാക്കി ഞാൻ ചെയ്യാം. രാത്രി കാട്ടിൽ
ഇല്ലാത്ത വഴിയിലൂടെ യാത്ര ചെയ്യാൻ നിങ്ങൾക്കൊരാൾ വേണമെങ്കിൽ ഈ വിളിക്കേണ്ടത് എന്നെയാണ്, മൂസാ ഖാദറിനെ. നമുക്ക് ഒന്ന് പോയി തരുമോ ജി? ഓൻ്റെ ഒരു കൊട്ടും മേട്ടവും. അടിപൊളി. അപ്പൊ ഇനി അടുത്ത നമ്പർ ചൂസ് ചെയ്യാം നമുക്ക്. നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. ലാൽ സർ. ഞങ്ങളൊന്ന് തുടങ്ങി വരുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ ട്രോൾ ഇട്ട എങ്ങനെയാ ശരിയാവാ അല്ലേ? നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഓക്കെ നിഖിൽ ജി, ലാസ്റ്റ് നമ്പർ. നമ്പർ 12. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 12. കൽപ്പന ചേച്ചി. അതും ട്രൈ ചെയ്ത് നോക്കാം. എന്നാടാ നീയൊക്കെ പറഞ്ഞത്? നീ എന്താ പറയുന്നത്? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഒന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. കഴിഞ്ഞു അല്ലേ? സമാധാനായില്ലേ? അതെ. ഗോകുലിന്റെ ലാസ്റ്റ് നമ്പർ. 11. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 11. ലിസ്റ്റിലുള്ള ആളെ തന്നെ കിട്ടി. കഥകളി പ്രോഗ്രാം കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് വരുമ്പോ തൻ്റെ മകനെ കണ്ടോളൂ, കണ്ണാടൊക്കെ വെച്ചൊരു മധ്യവയസ്കൻ. അതിൻ്റെ കൂടെ അയാളുടെ ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു. ഭാര്യ എന്തൊക്കെ എന്നോട് പറഞ്ഞു, ഒരു മണകുണ വർത്താനം. പക്ഷേ മകൾ നന്നായി മലയാളം പറയുള്ളൂ, നന്നായി മലയാളം പറയും. അതുമാത്രമല്ല ഒരു കേരളീയ മുഖം. അവൾ ചോദിക്കുക, മുത്തച്ഛനെയും മുത്തശ്ശിയും നേരിട്ട് കണ്ടിട്ടുണ്ടോന്ന്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയുള്ളൂ. എടോ എന്ന് ഞാൻ പിന്നെ എന്താണോ പറയണ്ടേ? അമേരിക്കയിൽ ആറ്റം ബോംബ് ഉണ്ടാക്കണ കഥ പറയണോ? അടിപൊളി, സൂപ്പർ. അപ്പോൾ രണ്ടുപേരുടെയും നമ്പർ ചൂസ് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞു. ഏകദേശം ഒരു ആശ്വാസമായി. ഇനി നമുക്ക് കോൺഫിഡൻസ് ഉള്ള കാര്യമാണ് ചെയ്യാൻ പോണത് അല്ലേ? പ്രചോദേട്ടാ. അപ്പൊ നമുക്ക് ഗോകുലങ്ങ് തുടങ്ങിയാലോ? തുടങ്ങാലോ. നമ്മുടെ ലിസ്റ്റിലുള്ള 2 എണ്ണം ഗോപു പറഞ്ഞു, MS തൃപ്പൂണിത്തുറ സാറും മമ്മൂക്കയും പറഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിൻ്റെ നിയമസഭാ പ്രസിഡന്റ്. എൻ്റെ പ്രസംഗത്തിൽ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. എനിക്കെൻ്റെ ഷുഗർ ഡൗൺ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എനിക്കെൻ്റെ ഷുഗർ ഡൗൺ ആയിരുന്നില്ലെങ്കിൽ അങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. സാർ, ഇതേ സഭയിൽ ഇതേ അക്കം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനൊന്നും വേർക്ക് പ്രശ്നമില്ല. സാർ, ഈ ഷുഗർ ഡൗൺ ആയ ഒരാളെ ഇത്രയും നീചമായി, ഇത്രയും ക്രൂരമായി ക്രൂശിക്കാൻ പാടുണ്ടോ? ഇത് സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യണം. നമുക്കിനി നിഖിലിന്റെ ലിസ്റ്റിലേക്ക് പോവാം. ആദ്യം ആരാണ്? ഉമ്മൻചാണ്ടി സാർ. ശരി, ഉമ്മൻചാണ്ടി സാർ. സംസ്ഥാനത്ത് ഫലപ്രദമായ ഒരു ചർച്ച ആവശ്യമാണ്. ഇവിടെ എല്ലാവരും നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കോൺഗ്രസ്സുകാരെ നല്ല സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും, അതിന് യാതൊരു സംശയവുമില്ല. അടുത്തത് നിഖിലേ. അടുത്ത ജാഫർ ഇടുക്കി. എടി കൊച്ചെ, പറമ്പിലെ പണിയെല്ലാം കഴിച്ച് നല്ല കാച്ചി എണ്ണ തേച്ച് കുളിച്ചേച്ച് കസവിൻ്റെ മുണ്ടും ജുബ ധരിച്ച് ബ്രൂട്ടിൻ്റെ സെൻറ്റ് തേച്ച് വൈകുന്നേരം ആകുമ്പോൾ കുട്ടിച്ചേനെ ഒരു ഇറക്കമുണ്ട്. അന്ന് കുട്ടിച്ചനെ അണിഞ്ഞൊരു വന്ന് നിൽക്കുന്നേ കണ്ടാലേ പെണ്ണുങ്ങൾ മാത്രമല്ലടി കൊച്ചെ, ആണുങ്ങൾ ഒരേ ഇത് നോക്കി നിന്ന് പോവും. നല്ല ഗോതമ്പിൻ്റെ കളറല്ലായിരുന്നു അവന്. തിനീട്ടോ. നിങ്ങൾ ബേസിക്കലി നല്ലൊരു നടനാണ്, പക്ഷേ നിങ്ങൾക്കൊരു പ്രതലമുണ്ട്. ഇപ്പൊ തെലുങ്കൻ എന്ന് പറഞ്ഞ നാടകത്തിൽ നിന്ന് വന്ന ഒരാളാണ്. പക്ഷേ ആ പുള്ളി അവിടെ ആപ്റ്റാണ്. കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഈസി ആകും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ രണ്ടുപേരുടെയും 3 കഴിഞ്ഞു, 3 പേരും കഴിഞ്ഞു. എനിക്ക് നിഖിലിനെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് നമ്മൾ കയ്യടി കൊടുക്കുന്ന ജാഫർക്കയുടെ സൗണ്ട് ഇതുപോലെ പെർഫെക്റ്റ്. അതായത് പുതിയ ആരും പറയാത്തൊരു ഡയലോഗ് പറയുക, പിന്നെ അത് വളരെ സൈലന്റ് ആയിട്ട് ഒതുക്കി ഭയങ്കര ലൈഫ് വോയിസ് ആണ്. 3 സ്റ്റാറുകളും ഗംഭീരമായി. ഗോപുവിനെ സംബന്ധിച്ചിടത്തോളം ഗോപു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ഭയങ്കര ലൈഫായിരുന്നു. പിന്നെ മമ്മൂക്കോയ്ക്ക, അതും കുരുതി എന്ന് പറയുന്ന ഒരു സിനിമയിലെ നമ്മൾ കാണാത്തൊരു വേർഷനാണ്. വളരെ സീരിയസ് റോളാണ് അത് മമ്മൂക്കോയ്ക്ക ചെയ്തിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് ചെയ്തു, തകർത്ത് ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും രണ്ടുപേരും തകർത്ത് കണ്ടു. രണ്ടുപേരും നന്നായിരുന്നു, ഗംഭീരമായിട്ട് പെർഫോം. ഉമ്മൻചാണ്ടി സാറ് തലക്കി കളഞ്ഞു.
താങ്ക് യു. കേട്ടാ, കുറച്ചുകൂടെ കോൺഫിഡൻറ്റോട് കൂടി വരാം. അടുത്ത തവണ വരുമ്പോൾ അങ്ങനെ തന്നെ വരണം. ഗോപായ് ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ. താങ്ക് യു. പ്രത്യേകിച്ച് തിരുവഞ്ചൂർ സാറിന് ചെയ്തത് വളരെ, കാരണം അങ്ങനെ അധികം ആരും അനുകരിച്ചിട്ടില്ലാത്തൊരു വ്യക്തിത്വമാണ്. വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. രണ്ടുപേർക്കും എല്ലാ ഭാവുകളും. ജയകുമാരേട്ടാ, രണ്ടുപേരും മനോഹരമായി അനുകരണം നടത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ ഗോപുവിൻ്റെ എടുത്തു പറയാനാണെങ്കിൽ തിരുവഞ്ചൂർ സാറിൻ്റെ താങ്ക് യു സാർ. അതും നിയമസഭയിൽ വെച്ച് നടത്തിയൊരു പ്രസംഗമാണ്. അത് അതേപടി തന്നെ അദ്ദേഹം അനുകരിച്ചു. തീർച്ചയായിട്ടും നന്നായിട്ട് അനുകരിച്ചു. പിന്നെ അതുകൂടാതെ MS-ൻ്റെ അത് രണ്ടും എനിക്ക് ഏറ്റവും താങ്കളുടെ രണ്ട് എണ്ണം ഏറ്റവും ഇഷ്ടപ്പെട്ട അത് രണ്ടും ആണ്. നിഖിലിൻ്റെ ജാഫർ ഇടുക്കിയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. വളരെ മനോഹരം. ജാഫർ ഇടുക്കി, പിന്നീട് ടിനി ടോം, ഇത് രണ്ടും വളരെ മനോഹരമായിട്ട് താങ്കൾ. താങ്ക് യു. അടിപൊളി. അപ്പൊ സന്തോഷായല്ലോ രണ്ടുപേർക്കും. പ്രചോദേട്ടാ, നമ്മൾ ഇവരെ ഇങ്ങോട്ട് കൂട്ടുകയാണ് അല്ലേ? ഒരു സമ്മാനം കൊടുത്തിട്ട് കൊണ്ടുപോവാം. യെസ്, കെൻവി ഓൺലൈൻ ഇംഗ്ലീഷ് നൽകുന്ന ഒരു അഡ്മിഷൻ വൗച്ചറാണ്. ഇനി ഫോണിലൂടെ വാട്സപ്പിലൂടെ ഇംഗ്ലീഷും നമുക്ക് പഠിക്കാം. അപ്പൊ രണ്ടുപേരെ ഞാനും കൊണ്ടുപോവാം. ഓ ഷുവർ ഷുവർ. ഈ ഒരു സ്പോട്ട് ഡബ് സെഗ്മെന്റ് ആണ്. ഇതിനായി വേദിയിലേക്ക് എത്തുന്നു സുരേഷ് പാമ്പാടി. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. ഈ പാമ്പാടി സ്ഥലമാണോ അതോ? അല്ല, എൻ്റെ ഇനീഷ്യലാണ്. ഞങ്ങള് തറവാട് പേരാണ് പാമ്പാടി. ഓക്കെ. അപ്പൊ ശരിക്കും സ്ഥലം എവിടെയാണ്? സ്ഥലം മലപ്പുറത്ത് കിഴിശ്ശേരി തവനൂർ എന്ന സ്ഥലത്താണ്. ഓക്കെ. അപ്പൊ മിമിക്രി ആർട്ടിസ്റ്റ് തന്നെയാണോ? ആണ്. ഓക്കെ. അപ്പൊ സ്പോട്ട് ഡബിന് റെഡിയാണ്. ഇന്ന് ആരെയാ ചെയ്യണത്? കലാശാല ബാബു ചേട്ടൻ, അനിൽ മുരളി ചേട്ടൻ, മാമുക്കോയക്ക, മൂന്നുപേരും തകർക്കാൻ പോവാണ്. അതെ. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്റെ മോനുമായിട്ട് മേനോ 10 മിനിറ്റ് ഇവിടെ എത്തും. എറണാകുളത്ത് ട്രാഫിക് ബ്ലോക്ക് കാലോറിനോർത്തും കച്ചേരിപ്പടിയും കടന്ന് 10 മിനിറ്റ് ആ കുഞ്ഞുമാ മേനോ സാറും കൂട്ടി ഇങ്ങോട്ട് എത്തുവന്ന് ദൈവം തമ്മിലെ വിചാരിച്ചാൽ പോലും നടക്കില്ല. അച്ഛനെ എതിർത്ത് പറഞ്ഞു. അച്ഛൻ്റെ നെഞ്ചത്ത് കുതിര കയറി അച്ഛനെ തോപ്പിച്ചു. നീ ഒരു മന്ത്രി കസാരപ്പിച്ചെടുത്ത് ആ പക മനസ്സിൽ കടന്ന് നേറുമ്പോഴാ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാത്ത ഒരുത്തിൻ്റെ കയ്യും പിടിച്ച് നീ കുടുംബത്തേക്ക് കയറി. നീ മന്ത്രിയാണ്, എനിക്ക് പുല്ലാടാ. അച്ഛൻ ചവിട്ടി പുറത്താക്കി പത്രക്കാരോട് ഇരിക്കാണ്ട് ഇറങ്ങി പോടാ അവിടെ. നീ വേണ്ടി പോയത് എന്താ മോളെ ഇവിടെ? കുറേ കാലമായല്ലേ ഗബ്രിയേൽ നിന്നെ കൊണ്ട് നടക്കുന്നു. അടുത്തെങ്കിൽ പറ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വീട്ടിലെല്ലാവരും ഒരു കല്യാണത്തിന് പോയിരിക്കുക. ഒറ്റപ്പാലത്താ, ഞാനിപ്പോൾ ഒറ്റയ്ക്കാ. നീയും ഗബ്രിയേലും കൂടി നടത്തുന്ന ഇടപാടുണ്ടല്ലോ. നീ ഇതിൻ്റെ ഉള്ളിലല്ല, ഏത് ഭാഗത്തിൻ്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തുരപ്പാ. ഓ, നിങ്ങളല്ല, വേറെ തുരപ്പുണ്ട്. എൻ്റെ സ്നേഹിത ബാലകൃഷ്ണൻ, നിങ്ങൾ കേട്ടണോ? 35,000 റുപ്യ കടം വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞവനാണ്. പൊന്നാര സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും കൂടി ആ പൈസ ഒന്ന് വാങ്ങിത്തരണം, അല്ലെങ്കിൽ എൻ്റെ പെങ്ങളെ കല്യാണം മുടങ്ങും. നിങ്ങൾക്കാകുമ്പോൾ കടം വെട്ടി തരുമല്ലോ. അതിന് അവൻ ഇവിടെ അല്ല ജോലി. നോണ പറയരുത്, അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യണമെന്ന് എനിക്ക് നല്ലോണം അറിയാം. തലക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. സൂപ്പർ സൂപ്പർ. ജയകുമാരേട്ടാ, വളരെ നന്നായിരുന്നു. വളരെ നന്നായിരുന്നു. കലാശാല ബാബുച്ചേട്ടൻ്റെ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ സൗണ്ടുമായിട്ട് ഏറ്റവും കൂടുതൽ യോജിച്ചത് എനിക്ക് ഫീൽ ചെയ്തത് അത് തന്നെ. പിന്നെ ബാക്കി അത് കഴിഞ്ഞ് എടുത്തതും ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. അടിപൊളി. ഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ, അതിഗംഭീരമായി. നല്ല എണ്ണം പറഞ്ഞ സ്പോട്ട് എന്നൊക്കെ പറയരുത്. അത് 3 എണ്ണം 3 തരത്തിൽ തന്നെ ഗംഭീരമാക്കി എന്നുള്ളതാണ്. ഗംഭീരം കേട്ടോ, അടിപൊളി. സുരേഷ് പാമ്പാടി പെർഫെക്റ്റ്. ഓക്കെ. കാരണം ഇത് നമ്മള് എനിക്കെന്തറിയോ, 3 പേരും ചെയ്ത്, പക്ഷെ മമുക്കോയൊക്കെ ഇത്രയും മനോഹരമായിട്ട് സ്പോട്ടപ്പ് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും മനോഹരമായിട്ട്. കാരണം നമ്മൾ അറിയാതെ അതിലേക്ക് പോയി, ആ സീനിലേക്ക്. നമുക്കൊക്കെ അറിയാവുന്ന സീനാണ് ബാലകൃഷ്ണ എന്ന് പറഞ്ഞ സീൻ നമ്മുടെ മനസ്സിൽ എന്നും മായാൻ നിൽക്കുന്ന സീനാണ്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ബാബു കലാശാല ചേട്ടൻ ഗംഭീരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്.
ഹാപ്പി? ഇനി നമുക്ക് കാണാം. വിധങ്ങളായ സ്പോട്ട് ഡബിലൂടെ നമ്മൾ കണ്ടിരിക്കും, തീർച്ചയായിട്ടും അല്ലേ? ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കാനായിട്ട് പോകുന്നു. ചേട്ടന്മാർ ഇന്നും അടിപൊളിയായിട്ട് ആസ്വദിച്ചു എന്ന് എനിക്കറിയാം. അത് ആ ഒരു പ്രസന്നത കുറച്ച് കൂടുതലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഓരോരുത്തരുടെ മുഖത്ത് നോക്കുന്നത്, അല്ലേ ജയകുമാരേട്ടാ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്നത്തെ പ്രോഗ്രാം എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. ജയകുമാരേട്ടൻ എന്തെങ്കിലും പഠിച്ചോ ഇതിൽ നിന്നാണോ? ഇതിൽ നിന്ന് പഠിക്കാൻ ധാരാളം എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ അത്രയും ഒരിക്കലും വരാനേ പറ്റത്തില്ല. അതൊന്നുമല്ല, കൊല്ലത്തുനിന്ന് ആരും ഇല്ലെന്ന് പഠിച്ചു. അതൊന്നുമല്ല, കൊല്ലത്തുനിന്നുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതെ അതെ ചേട്ടാ, ഇപ്പൊ കൊല്ലം മാത്രമല്ലല്ലോ, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള മിടുമിടുക്കന്മാരും മിടുക്കികളുമാണ് ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നത്. അത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും പുതുമ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡും അങ്ങനെ തന്നെയാണ്. മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ, അതിമനോഹരമായിരുന്നു. അല്ല, അപ്പൊ അജി പറഞ്ഞ പോലെ നമ്മളൊരു ജാഥ തുടങ്ങുമ്പോൾ എല്ലാ ജാഥകളും തുടങ്ങുന്നത് കാസർഗോഡ് നിന്നാണ്. അത് തുടങ്ങി അവസാനിക്കുന്ന ട്രിവാൻഡ്രത്താണ്, അല്ലേ? അപ്പോൾ ഓരോ ജില്ലകളിലെയും ആൾക്കാർ കൂടിച്ചേർന്ന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്നത് പോലെയാണ് നമ്മുടെ ഈ കോമഡി ഉത്സവത്തിൽ ഇത്രയും കലാകാരന്മാർ വന്ന് ചേരുക എന്ന് പറയുന്നത്. പിന്നെ അതിലുപരി ഇതിനകത്ത് പെർഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവർക്ക് വാശിയില്ല, അല്ലെങ്കിൽ വാശിയില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നറിയോ, ഇവിടെ വരുന്ന ഓരോരുത്തർക്കും മനസ്സിൽ ഓരോ വാശി വെച്ചിട്ടാണ് വരുന്നത്. അതായത് ഞാൻ ചെയ്യുന്ന പെർഫോമൻസ് ആയിരിക്കണം ഏറ്റവും നല്ല മുൻപന്തിയിൽ നിൽക്കേണ്ടത് എന്ന് പറയുന്നൊരു വാശി ഇവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ഓരോരോ പ്രോഗ്രാംസുകളും ഒന്നിനൊന്നും മികച്ച നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ മികച്ച നിലവാരത്തിലേക്ക് വരുന്നത്. അത് ആ വാശി നല്ലതാണ്. കാര്യം വാശി ഉണ്ടെങ്കിലേ നമുക്ക് എവിടെങ്കിലേക്ക് ഒന്ന് ജയിക്കാൻ പറ്റുള്ളൂ. സ്പിരിറ്റ് എന്ന് ഒരു സ്പാർക്ക് എന്ന് പറയുന്നത്. ആ സ്പാർക്ക് ഇവിടെ വരുന്ന ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട്. അതുണ്ടാവട്ടെ. അതുണ്ടാകുമ്പോഴാണ് കോമഡി ഉത്സവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അടിപൊളി. അപ്പൊ ഇനിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പെർഫോമൻസസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഇത് ഫോറസ്റ്റ് ഗോഡസ് കോമഡി ഉത്സവം.